വസീഫ് ശ്രീ വസീഫ് ഇവിടെ ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രതികരണം ആദ്യം വന്നത് ഈ വനിതാ മന്ത്രിയുടെ പെടലി തിരിച്ചു എന്നതായിരുന്നു. അതായത് പിടിച്ചു തിരിച്ചു, അങ്ങനെ ഈ പ്രശ്നം ഉണ്ടായി എന്നതാണ്. പിന്നീട് നേരത്തെ ഒരു വീഡിയോ പുറത്തിറക്കി, അതിനകത്തൊരു കറുത്ത കരം അങ്ങനെ കാണുന്നു, അത് ഈ മന്ത്രിക്ക് നേരെ ഉണ്ടായ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം ഉണ്ടായി. പിന്നീടാണ് അത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെ മന്ത്രിയെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്ന് വരുന്നത്. ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെളിവുകൾ ദൃശ്യങ്ങളായി നിൽക്കുന്നു എന്നത്. ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും KSU പ്രവർത്തകർ മന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് നേരെ അങ്ങനെ ഒരു അതിക്രമം നടത്തുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നില്ല. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, നിങ്ങൾ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനം ഇനാം പ്രഖ്യാപിക്കുകയാണ്. ചലഞ്ച് അവർ നടത്തുകയാണ്. ഇപ്പോൾ പലതരത്തിൽ മന്തി ചലഞ്ച്, അതുപോലെ 1 പവൻ സ്വർണം എന്ന് പറഞ്ഞ് വീണ ജോർജ് ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ഈ ആശുപത്രിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒന്നും അവർ ആ ഘട്ടത്തിൽ നേരിട്ടിട്ടില്ല എന്ന് പറയുകയാണ്. അവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിവുകളായി ഒന്നുമില്ല എന്ന് പറയുന്നത് നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലാക്കുന്നില്ലേ? കേരളത്തിൽ VD സതീശനും അതേപോലെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ കുറേ സാമാന്യ ബുദ്ധി അധികമുള്ള കുറച്ച് നിരീക്ഷകരും ഒക്കെ കുറേ ആയില്ലേ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ അർത്ഥത്തിൽ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെയൊക്കെ ഈ പരിശ്രമങ്ങളെയൊക്കെ ഈ കേരളം മുഖവിലക്കെടുത്തോ? നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു, എന്നിട്ട് ഈ കേരളം അതിനെ മുഖവിലക്കെടുത്തോ? കുറേ നിരീക്ഷകരൊക്കെ ആവുന്നത്ര പറഞ്ഞല്ലോ. ഇപ്പൊ പറയുന്നത് കൊലപാതകത്തിന് ഒരു പ്രത്യേക രീതി ഉണ്ട് എന്നാ. ഓ, വല്ലാത്ത രീതിയാ. നമുക്കൊന്നും അത്ര ബുദ്ധിയില്ല, ശരി, എന്നാലും സാമാന്യ ബോധമുണ്ട് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞു വരുമ്പോൾ ഷംസീർ വിളിച്ചിട്ടാണോ ഈ KSUക്കാർ വന്നത് എന്ന് തോന്നൂലേ നമുക്ക്? KSUക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷംസീർ സഖാവ് വിളിച്ചിട്ട് സ്പീക്കർ വിളിച്ച് വരുത്തിയതാണോ ഈ KSUക്കാരെ? നിങ്ങൾ വാ, ഒന്ന് കരിങ്കൊടി കാണിക്ക്, ഞങ്ങൾക്ക് ഒന്നിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, മന്ത്രി ഇവിടെ വന്ദേ ഭാരതിൽ കയറാൻ വരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് വന്നതാ? ഷംസീർ ഗൂഢാലോചന നടത്തിയത് അങ്ങനെയാണോ? അല്പെങ്കിലും നാണം വേണ്ടേ? പ്രായത്തിൻ്റെ വിവേകം കാണിക്കണ്ടേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ? ഇവരൊക്കെ നാളെ റോട്ടിലിറങ്ങി നടക്കുന്നവരല്ലേ? എല്ലായിടത്തും CCTV ആയിട്ടാണ് ഇവരൊക്കെ നടക്കുക. വെറുതെ ഓരോന്ന് പറഞ്ഞു കുടുങ്ങരുത്. എനിക്ക് അത്ര ഇവരോടൊക്കെ പറയാനുള്ളൂ. ദൃശ്യങ്ങളില്ലാത്തിടത്ത് ഇവർക്കൊന്നും അക്രമം ഏൽക്കില്ലേ? പല സ്ഥലത്തു നിന്നും ഇറങ്ങി നടക്കുന്നവരല്ലേ ഇവരൊക്കെ? ഇമാതിരി വിടുവായ്ത്വം പറഞ്ഞിട്ട് ഈ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അനുശോചനം നടത്തുമ്പോൾ നമ്മൾ തന്നെ പറയും, ഇദ്ദേഹം സ്വയം അങ്ങ് ഇതൊക്കെ ചെയ്തതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് അതിനൊരു ഇനാമും അങ്ങ് പ്രഖ്യാപിച്ചാൽ എല്ലാം ആയോ? ഇങ്ങനെയൊന്നും പോകരുത്, ഇതൊന്നും ഒരു ശരിയല്ല. പിന്നെ ഇവർ പറയുക അഴിമതികളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇന്ന് വയനാട്ടിൽ നടന്നത് എന്താ? ഈ പറയുന്ന സാംസ്കാരിക നായകൻ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വയനാടിന് വേണ്ടി പണം പിരിച്ച കോൺഗ്രസിന്റെ ആ പണം എത്രയാണ്, എത്ര രൂപയാണ് കോൺഗ്രസിന്റെ ആപ്പിലൂടെ കിട്ടിയത് എന്ന് സാംസ്കാരിക നായകർ ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. ഓ, എന്തൊരു മാന്യരാ! കേരളത്തിലെ ഇടതുപക്ഷത്തെ മാത്രം നിരീക്ഷിക്കൂ, അവരെ നിരീക്ഷിക്കൂ. വയനാടിന് വേണ്ടി ആപ്പുണ്ടാക്കി കോൺഗ്രസ്, എന്നിട്ട് നാട് നീളെ പണം പിരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചു. എന്നിട്ടോ ഇപ്പൊ അവസാനം ഇവർ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥലം വരാമെന്ന് പറഞ്ഞു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാ വൈകിയത്. അതിനിടയിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആള് പറഞ്ഞു ഞങ്ങളെ കയ്യിൽ പണമില്ല, ഭരണമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ പറഞ്ഞില്ലേ KC വേണുഗോപാൽ. ഞാനും പറഞ്ഞോട്ടെ, നിങ്ങളല്ല വിഷയം അവരും പറഞ്ഞല്ലോ, കുറെ വിഷയം അവർ പറഞ്ഞല്ലോ. ഗോപികൃഷ്ണ അവിടെ ഇരിക്ക്, ഞാനും പറയട്ടെ. 2 പേരെയാണല്ലോ വിളിച്ചിരുത്തിയത് കോൺഗ്രസിന് വേണ്ടി. എന്നിട്ടോ ഞങ്ങളെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കാൻ അങ്ങനെ സാധിക്കില്ല. അവസാനം പോയി സ്ഥലം വാങ്ങി, എന്നിട്ട് 50 വീടിനല്ലേ ഇപ്പോ തറക്കല്ലിടുന്നത്. ആരോടാ ഇവർ പറയുന്നത്? ദുരന്തത്തിന്റെ പേരിൽ പണം വാങ്ങി മുക്കിയവരാ ഇവര്. വേറെ ഒരുത്തൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തൊക്കെ ചെയ്തു ഈ നാട്ടിൽ, അതിനൊക്കെ ഓശാന പാടിയില്ലേ ഇവര്? ഇപ്പൊ അവർ അതിനും പറയും ഗർഭമുണ്ടാക്കിയതിന് തെളിവില്ല എന്ന് പറയില്ലേ ഇവര്? ഈ സാംസ്കാരിക നായകൻ പറയില്ലേ ഗർഭചിത്രം നടത്തിയതിന്, കുട്ടികളെ കൊന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ് തെരുവിൽ വരില്ലേ? വീണ്ടും മത്സരിപ്പിക്കില്ലേ? വരട്ടെ. ഒരു നാണമില്ലാതെ ന്യായീകരിക്കുക, അല്പമെങ്കിലും വകതിരിവ് വേണ്ടേ? ഒരു സ്ത്രീ, ഒരു മന്ത്രി ഇങ്ങനെ നിരന്തരമായി വേട്ടയാടപ്പെടുക ഈ സമൂഹത്തില്.
ഇങ്ങനെ ട്രെയിൻ കയറാൻ പോകുന്ന സമയത്ത് ഈ 4-5 KSUക്കാരെ പറഞ്ഞയച്ച് പാത്തും പതുങ്ങിയും ഇരുന്ന് എന്തിനാ അവരിങ്ങനെ വരുന്നത്? കരിങ്കൊടി കാണിക്കാൻ? ഇവര് ഗാന്ധിയുടെ ശിഷ്യന്മാരാണെന്നല്ലേ പറയുന്നത്? അതാണല്ലോ ഇവര് കതറിട്ടാണല്ലോ നാട്ടിൽ നടക്കുന്നത്. അല്ല എന്ത് തോന്നിയാസുവാന്ന അല്ല വസീഫ്, ഞാൻ എന്നിട്ട് അതിന് ഇനാം പ്രഖ്യാപിക്കുക. വസീഫ് ഈ അതാ ഞാനും പറയുന്നത്, ഞങ്ങളും അങ്ങ് ഇനാം പ്രഖ്യാപിക്കാം. ഈ ഉമ്മൻചാണ്ടി CCTV ഇല്ലാത്തടത്ത് ഈ നിരീക്ഷകരെയൊക്കെ അല്ലെങ്കിൽ ഈ വരൂ ഞങ്ങൾ ഇനാം തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ മന്ത്രി ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്കോ അവരുടെ വീട്ടിലേക്കോ പോകില്ലേ? ആരാ ഈ സംഭവം ഉണ്ടാക്കിയത്? എന്തിനാ അങ്ങനെ ഒരു രംഗം വഷളാക്കിയത്? എത്ര ദിവസം ഇവര് കരിങ്കൊടി കാണിച്ചു? ഞങ്ങൾ ആരെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായിട്ടേ നേരിട്ടിട്ടുള്ളൂ. അന്ന് ഉമ്മൻചാണ്ടിക്ക് കല്ലേറുണ്ടായപ്പോഴോ, ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോഴോ, അന്ന് കെ വി തോമസിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിയോയിൽ ഒഴിച്ച സംഭവിച്ച സംഭവങ്ങളെ അന്ന് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോഴോ, കെ വി തോമസിന് നേരെ കരിയോയിൽ ഒഴിച്ചപ്പോഴോ, വന്ന് പതിക്കുന്ന ദൃശ്യമുണ്ടോ? കരിയോയിൽ ഒഴിച്ചപ്പോഴോ ഇവരെറിഞ്ഞതല്ലാന്ന് ആര് കണ്ടു? തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു മധുവിനെയും രാജിയെയും കൊന്നതാരാ? കോൺഗ്രസ് അല്ലേ? അന്ന് ഉമ്മൻചാണ്ടിക്ക് തൊലിക്കട്ടി ഉണ്ടോ എന്ന് പരിശോധിച്ചതാണ് പിണറായി വിജയൻ വിവരക്കേടിന്റെ പര്യായമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി അധപ്പതിച്ചു പോയി. അന്ന് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ? ഇങ്ങനെ വിവരക്കേട് പറയാം. അല്പം നാണവും മാനവും ഉളുപ്പും ന്യായീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ? PP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതാരാ? പരസ്പരം തമ്മിൽ തല്ലുന്നവരാ. വസീഫ് ഒരു മിനിറ്റ്, വസീഫ് ഒരു മിനിറ്റ്. ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ? ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ വസീഫ്? PP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതാരാ വസീഫ്? കെ വി തോമസിന് നേരെ കരിയോയിൽ ഒഴിച്ചതാരാ വസീഫ്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എവിടെ വീണു? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ IAS-കാരന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചതാരാ? അല്ല അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വധശ്രമം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ലേ? അപ്പോഴൊക്കെ ഈ വധശ്രമം പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ വധശ്രമം എന്നുള്ള വാക്കില്ലേ? അല്ല ഒരു മിനിറ്റ്, റിജിൽ ഒരു മിനിറ്റ്, നമ്മൾ 3 പേരും സംസാരിച്ചാൽ അല്ല ഞാൻ പറഞ്ഞു ഒറ്റ സെക്കൻഡ് വസീഫ്, ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ 3 പേരും ബഹളം ഉണ്ടാക്കിയാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒന്നും കിട്ടില്ല. അല്ല ഒരു മിനിറ്റ് വസീഫ്, ഒറ്റ സെക്കൻഡ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വസീഫ്, ഒറ്റ കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം, താങ്കൾ സംസാരിച്ചോളൂ, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇത് നമ്മൾ നമ്മൾക്കൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ട് വസീഫ്. നമുക്ക് വസീഫ് ഒരു മിനിറ്റ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്, അത് പറയാം, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. നമ്മൾ 3 പേരും സംസാരിച്ച് ബഹളം ഉണ്ടാക്കിയാൽ ഇതൊരു ബഹളമാകും, ചർച്ചയുടെ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെന്നല്ലാതെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വസീഫിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ വസീഫ്, ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറുണ്ടായപ്പോൾ വധശ്രമം എന്ന വാക്കുണ്ടായിരുന്നില്ലേ? കെ വി തോമസിനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് SFI കരിയോയിൽ ഒഴിച്ചപ്പോൾ വധശ്രമം എന്ന വാക്കില്ലേ? TP ശ്രീനിവാസന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ വധശ്രമം എന്ന വാക്കില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ അംഗീകരിച്ച സമര പ്രതിഷേധ മുറകളാണോ? വസീഫ് പറഞ്ഞോളൂ, കേൾക്കാം. അതിനുള്ള മറുപടി റിജിൽ മാക്കുറ്റി പറയൂ. ഓക്കെ ഗോപികൃഷ്ണൻ, ബഹളം വെച്ചത് ആരാന്ന് കൂടി ഒന്ന് പറയണം. അല്ല ആരായാലും എനിക്ക് തന്ന സമയത്താണ് ഞാൻ സംസാരിച്ചത്. മറ്റ് 2 പേരും സംസാരിച്ചത് ഞാൻ വളരെ ക്ഷമയോടുകൂടിയാ കേട്ടിരുന്നത്. നിങ്ങൾ ഇതേ പാനലിൽ നിങ്ങൾ വിളിച്ചിരുത്തുന്നത് 2 കോൺഗ്രസ്സുകാരെയാണ്. കോൺഗ്രസിന് വേണ്ടി എന്തും പറയാൻ, അതായത് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് BJP ആകും, അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പോലും മടിയില്ലാതെ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മാഷ വരെ വിളിച്ചിരുത്തി നിങ്ങൾ ഈ സംഭവത്തിന്. അദ്ദേഹം ഇതിന്റെ വലിയ വിദഗ്ധനൊന്നുമല്ലല്ലോ, ഈ വധശ്രമത്തിന്റെ വിദഗ്ധനല്ലല്ലോ, ആണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ കയറി ബഹളം വെച്ചു. അപ്പൊ നിങ്ങൾ പറയാണ് ബഹളം. ആരാ ബഹളം ഉണ്ടാക്കിയത്? അതവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഓരോ അക്രമ സമരത്തെയും ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരു കാലത്തും അതിനെ ന്യായീകരിച്ചിട്ടുമില്ല, അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു സമരത്തിലേക്ക് ഈ സമരത്തിനിടയിലേക്ക് ആ മന്ത്രി വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റിയ ഒരു സന്ദർഭമാണോ ഇവിടെ ഉണ്ടായത്? ഈ പൊതുപരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോവുക, ആ സമയത്താണ് പതുങ്ങിയിരുന്ന് വരുന്നത്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ.
പതുങ്ങിയിരുന്ന് ഒളിഞ്ഞു നോക്കി ചാടി വീഴുന്നത് നിങ്ങൾ കണ്ടു കാണല്ലോ. അതിന് വീഡിയോ ഉണ്ടല്ലോ, ഇവർ തന്നെ ഇട്ടല്ലോ. എന്നിട്ട് അവിടെ മന്ത്രിയെ ഒന്നിച്ചങ്ങ് ചേർത്ത് നിർത്തുന്ന പോലീസും ബഹളവും വലിയൊരു കൂട്ടപ്പൊരിച്ചിൽ നിങ്ങളുടെ ദൃശ്യങ്ങളിൽ ഉണ്ടല്ലോ. ആ ദൃശ്യങ്ങൾക്കുള്ളിൽ ഈ മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലേ എന്ന് ഇനി പ്രത്യേകം ക്യാമറയിൽ എടുത്ത് പറയാൻ പറ്റുമോ? അത്രയും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു 10-30 പോലീസുകാരും ഈ പറയുന്ന പ്രതിഷേധക്കാരുടെയും നടുവിൽ ഈ വനിതാ മന്ത്രി അകപ്പെട്ടു പോയാൽ അവർക്ക് അപകടം പറ്റിയിട്ടില്ല എന്ന് ഏത് ബുദ്ധിജീവിക്ക പറയാൻ സാധിക്കുക? അതിന് ബുദ്ധിജീവി ആയതുകൊണ്ട് കാര്യമുണ്ടോ? സാംസ്കാരിക നായകനായതുകൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി വിടുപണി എടുക്കരുത്. അതൊന്നും ശരിയല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞല്ലോ, ഇപ്പോ മാഷ് പറയാ ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി. നിങ്ങൾക്കൊരു ചർച്ചയുമില്ല, ഈ കോൺഗ്രസ് നിരീക്ഷിച്ചിട്ടില്ല. സാക്ഷാൽ KC വേണുഗോപാല് സീറ്റ് വിറ്റു എന്നാ പറഞ്ഞത്, കോടികൾ വാങ്ങിയെന്ന്. രാജ്യത്തെ BJPക്ക് വേണ്ടി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് പണം വാങ്ങി സീറ്റ് വിൽക്കുന്നവനാണ് കേരളത്തിൽ നിന്ന് ഇവിടെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ. അതുപോലെ അടൂർ പ്രകാശ്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഭർത്താവ് പറയുന്നത്. ശരി ശരി, അല്ല നമ്മളെ ഒരു വിലയിരുത്തലും ഇല്ലല്ലോ. സാംസ്കാരിക നായകന്റെയും ഈ പറയുന്ന നിങ്ങളുടെയും ഞാനൊരു കാര്യം, ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോൾ നെഞ്ചിന് ഇത്രയും തൊലിക്കെട്ടി ഉണ്ടോ എന്ന് ആരാ ചോദിച്ചത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗോപികൃഷ്ണൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പറയുന്ന കാരശ്ശേരി മാഷ് പറഞ്ഞു പലതും മറക്കാനും പലതും ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ട് ഇവിടെ, വയനാടുണ്ട് ഇവിടെ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സംഭവവികാസം അതുണ്ട്. ഞങ്ങൾക്കല്ല മറക്കാനുള്ളത്. ഈ വയനാടിന്റെ പേരിൽ പണം പിരിച്ച് മുക്കിയ കോൺഗ്രസിനെയാണ് ജനം വിലയിരുത്തുന്നത്. ഞങ്ങൾ അവിടെ പണം ഈ നാട്ടിൽ നിന്ന് നാട്ടിലെ ജനങ്ങളെ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോൾ നെഞ്ചിന് ഇത്രയും കട്ടിയുണ്ടോ എന്ന് നോക്കിയെന്ന് ആരാ പറഞ്ഞത്? സമാഹരിക്കാൻ ശേഷിയില്ലാതെ ആ പണം കൊണ്ടുപോയി 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുത്തു എന്ന് ഇവരാ പറയുന്നത്. അതിനൊന്നും നിരീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ അക്രമ സംഭവങ്ങളെ തള്ളി പറയുന്നു എന്ന് പറയുന്നു വസീഫ്. ഇതിന് ശേഷം പ്രതിപക്ഷ നേതാവ് നടക്കുന്ന അദ്ദേഹത്തിന് യാത്ര പോകുന്ന വഴികളിലൂടെ തോരണങ്ങൾ വലിച്ചു കീറുക, ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുക, ഇതൊക്കെ പിന്നെ എന്ത് സംഭവങ്ങളാണ്? അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പിന്നെന്താ? ഞങ്ങൾ അതെല്ലാം പറയുന്നു. അതെന്താ? ഈ പറയുന്ന പ്രവൃത്തിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ സമരമുറയല്ല. പിന്നെ ആരാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്? സമരം നടത്തണമെന്ന് വസീഫ് ചെയ്യുന്നത് എല്ലായിടത്തും എല്ലാം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാജ്യത്ത് ഇതിനു മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇവിടെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മന്ത്രിയെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ചിട്ട് ഇത്രയല്ലേ നടന്നിട്ടുള്ളൂ? അല്ല വസീഫ്, അതായത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമാണെങ്കിൽ, ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണെങ്കിൽ അത് പരിശോധിക്കട്ടെ. അതിനേതാ ഈ കാണുന്ന ദൃശ്യങ്ങൾ. വസീഫ്, ഇങ്ങനെയാണോ നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് ഇങ്ങനെയാണോ നിങ്ങൾ അതിനോട് പകരം ചോദിക്കുന്നത്? ഇവിടെ 2 ബോർഡ് അല്ല, മന്ത്രിക്ക് നേരെ ഉണ്ടായ പ്രതിഷേധത്തിന് പകരം ചോദിക്കുന്നതാണോ ഈ കാണുന്നത്? ബോർഡ് പൊളിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിയുന്നുണ്ട്. ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും. മന്ത്രിക്ക് എന്താ പറ്റിയത്? രണ്ടുപേരുടെയും ബോർഡ് മന്ത്രിക്ക് പറ്റിയത്? പ്രിയപ്പെട്ട മന്ത്രിക്ക് എന്ത് പറ്റി? അക്രമം നടക്കുന്നുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.